അത്യാവശ്യം ചെറിയൊരു പണി കിട്ടിയിരിക്കുകയായിരുന്നു. ഹോസ്റ്റലിൽ ഫുഡ് ആയിരുന്നു. ആൻറ്റി ഫുഡ് നിർത്തി. അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു മഞ്ചൂരിയൻ മാഗിയും വാങ്ങിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് ചെന്നു. കുറച്ച് കാലം നമ്മൾ കുക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ എല്ലാം മറന്നുപോയില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്. എനിക്കൊരു ടച്ച് വിട്ടുപോയായിരുന്നു. ഞാൻ എത്ര നോക്കിയിട്ട് അതിൻ്റെ മസാല അതിൻ്റെ പാക്കറ്റിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നെ കുത്തി ഇളക്കിയിട്ട് അങ്ങ് ഇളക്കി വെച്ചു. അടുക്കളയിലെ ആൾക്കാരുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് കുക്കിംഗ് അറിയാവോ ഇല്ലയോ എന്ന്. എൻ്റെ ആ പെരുമാറ്റം കണ്ടിട്ട് അവരെന്നെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. നിനക്ക് മാഗി പോലും ഉണ്ടാക്കാനറിയില്ല. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാം. എനിക്ക് മീൻകറിയൊക്കെ വെക്കാൻ അറിയാം. പക്ഷേ ഇപ്പോൾ ടച്ച് വിട്ട് വയ്ക്കണം. കാരണം ഞാൻ കുറേ കാലമായല്ലോ കുക്ക് ചെയ്തിട്ട്. പാചകകലയിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനെങ്കിലും ഞാൻ അർഹയാണെന്നാണ് എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ പ്ലേറ്റിലോട്ട് തട്ടി ഞാനൊന്ന് സെപ്പറേറ്റും പിന്നെ അവളുടെ കയ്യിൽ നോർമൽ മസാല മാഗി ഉണ്ടായിരുന്നു. അവൾ അത് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. നല്ല ചൂടായിരുന്നു. പാത്രത്തിൽ തട്ടി ഉടനെ തന്നെ ഊതി ഊതി കഴിക്കുകയാണ് ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ഒടുക്കത്തെരിയായിരുന്നു. കണ്ട സ്പൂണ് താഴെ പോയപ്പോൾ അത് പിടിച്ച അതിൻ്റെ റിഫ്ലക്സ് പ്രവർത്തനം കണ്ട. ഓഹ് ഭയങ്കരം. അങ്ങനെ അതൊക്കെ കഴിച്ച് നാളെ ഇനി എന്ത് തിന്നും എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ടാറ്റ.